ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ചേർത്തിട്ടുള്ള ഒരു കറി കേട്ടോ. നമ്മളിത് ചപ്പാത്തിക്ക് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഉച്ചയ്ക്കത്തെ ചോറിനും ഈ ഒരു കറി മതി കേട്ടോ. അപ്പോൾ രണ്ടിനും കൂടി ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തു. 3 ഗ്രാമ്പു, ഒരു കറുവപ്പട്ട, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ഒന്ന് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി ഉണ്ടല്ലോ, അത് അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തരയ്ക്കത്തില്ലേ, അതുപോലെ തന്നെ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ട് തേങ്ങ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകണ്ട. ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു പരുവം ആകുന്നത് വരെ വറുത്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് പൊടികളൊന്നും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ചെറിയ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ കടുകും ചേർത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട കേട്ടോ, ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളിയും ഒരുപാട് അങ്ങ് വഴറ്റി ഉടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, ഒത്തിരി വലുപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കുറച്ച് മട്ടറാണ്, അതായത് നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഈ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് ഇത് ധാരാളം ലഭിക്കുന്നതാണ്. നമുക്ക് ഫ്രഷായിട്ട് നല്ല പച്ച മട്ടർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തു, നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാര്യം നമ്മൾ ഉരുളക്കിഴങ്ങ് വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മട്ടർ വേകാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും മട്ടറും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട. ഒരല്പം വെള്ളമയമൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി അല്പം ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തു, എന്നാലും ഒരല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ, 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ തന്നെ നമ്മുടെ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് ഈ ഒരു കറിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് പച്ചമണമൊക്കെ പൊടികളുടെ മാറിക്കഴിയട്ടെ, അതുവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങ വറുത്തത്, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ആ ഒരു മിക്സിയുടെ ജാറൊക്കെ കഴുകി അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്ന ഒരു സമയം വരെ നമുക്കൊന്ന് തീ കത്തിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലൊരു മണമാണ്. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കത്തില്ല, അതേ ഒരു മണം തന്നെയാണ് കേട്ടോ നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കറിക്ക് കിട്ടുന്നത്. ഈ ഒരു കറി ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ പൊറോട്ടയ്ക്കോ ഇടിയപ്പോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ചോറിനും ഈ ഒരു കറി മാത്രം മതി.
ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ആകും, അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള ഊണിനും ആകും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണ അഭിപ്രായങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്